രാജ്യത്തിന് തന്നെ മാതൃകയായ പൊതുസ്ഥലത്തെ പുകവലി നിരോധന നിയമം സംസ്ഥാനത്ത് നിലവിൽ വന്നിട്ട് കാൽ നൂറ്റാണ്ട് പിന്നിടുമ്പോൾ നിർണായക വിധി പുറപ്പെടുവിച്ച അന്നത്തെ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് ഏറെ സന്തോഷത്തിലാണ്. പുതിയ തലമുറ കൂടി കർശനമായി പാലിക്കത്തക്ക രീതിയിൽ നിയമപാലനത്തിൽ ജാഗ്രത പുലർത്താൻ സർക്കാരും പോലീസും തയ്യാറാകണമെന്ന് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് ഓർമ്മിപ്പിക്കുന്നു. കൊച്ചിയിൽ നിന്നും രജിത് കുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. പൊതുസ്ഥലത്തെ പുകവലി നിരോധനവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർണായകമായ ചരിത്രപ്രസിദ്ധമായ വിധി പ്രഖ്യാപിച്ചത് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പാണ്. 1999 ജൂലൈ 12 ഈ ചരിത്രപ്രസിദ്ധമായ വിധി ഉണ്ടായത്. പിന്നീട് സുപ്രീം കോടതിയും ആ വിധി പുറപ്പെടുവിക്കുകയും ചെയ്തു. ഇപ്പോൾ നമ്മോടൊപ്പം ചേരുന്നത് ജസ്റ്റിസ് കെ നാരായണക്കുറുപ്പ് സാർ തന്നെയാണ്. സാർ നമസ്കാരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിധി, അതും പിന്നീട് സുപ്രീം കോടതി പോലും ഏറ്റെടുത്ത വിധിയാണ്. എന്തായിരുന്നു അതിൻ്റെ ഒരു സാഹചര്യം? എങ്ങനെയാണ് സാർ അതിനെ ഒന്ന് ഓർക്കുന്നത്? ഇപ്പോൾ 25 വർഷത്തേക്ക് എത്തി നിൽക്കുന്നു. ഞാൻ കോളേജ് ഡേയ്സിൽ BSc കെമിസ്ട്രിയാണ് ഞാൻ. അന്ന് തൊട്ട് എനിക്ക് സയൻറ്റിഫിക് സബ്ജക്ട്സ് വിഷയങ്ങളും അതുപോലെ തന്നെ മെഡിക്കൽ സബ്ജക്ട്സ്, അത് സയൻസിൽ പെടുമല്ലോ, എനിക്കതിൽ പ്രത്യേകമായിട്ട് താല്പര്യം ഉണ്ടായിരുന്നു. ഞാൻ അതൊക്കെ വായിച്ചുകൊണ്ടിരുന്നു. അത് വായിക്കാനായിട്ട് എനിക്ക് പ്രേരണ നൽകിയത് എൻ്റെ ഫാമിലി, എൻ്റെ ഡോക്ടർ KM ഐസക് ജനറൽ ഹോസ്പിറ്റൽ സൂപ്രണ്ടായിരുന്നു, വലിയൊരു ഫിസിഷ്യനായിരുന്നു. അദ്ദേഹം തന്നെ തരും ബ്രിട്ടീഷ് മെഡിക്കൽ ജേർണൽ, ലാൻസെറ്റ്, ന്യൂ ഇംഗ്ലണ്ട് ജേർണൽ ഓഫ് മെഡിസിൻ, ഇങ്ങനെ പല മെഡിക്കൽ മാസികകളൊക്കെ അന്നോട്ടേ വായിക്കുന്നു. 65 മുതൽ ഞാൻ ടെക്സ്റ്റ് ബുക്ക് വായിച്ചു. ഇതിൽ നിന്നെല്ലാം ഞാൻ മനസ്സിലാക്കിയത് സ്മോക്കിംഗ് മാത്രമല്ല ഒരാളുടെ ശരീരത്തിന് പ്രതികൂലമായിട്ട് ബാധിക്കുക. സെക്കൻഡ് ഹാൻഡ് സ്മോക്ക്, പാസീവ് സ്മോക്ക്, ഇതെല്ലാം ഈക്വലി ഇഫ് നോട്ട് മോർ ഹാംഫുൾ ദാൻ ഡയറക്റ്റ് സ്മോക്ക്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പ്രൊഫസർ മോനമ്മ കോക്കാട്, രാമകൃഷ്ണനാണ് ഒന്നാം പെറ്റീഷണർ, ഹർജിക്കാരൻ. മോനമ്മ കോക്കാട് പ്രൊഫസർ, അവരും ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തത് പൊതുസ്ഥലത്ത് പോയിരിക്കുന്നത് ഭരണഘടനാ വിരുദ്ധമായിട്ട് പ്രഖ്യാപിക്കണമെന്ന് പറഞ്ഞാണ് എൻ്റെ റിലീഫ്. പ്രൊഫസർ ഡയറക്റ്റ് വിക്റ്റിമ. ദിവസവും കോട്ടയത്ത് പോകണം. കോളേജിൽ പോകാനായിട്ട് ട്രെയിനിൽ കയറി മൺസൂൺ സീസണൊക്കെ ഉണ്ടെങ്കിൽ ഷട്ടറൊക്കെ താത്തിയിട്ടാൽ പാസഞ്ചർ വിൽ സ്റ്റാർട്ട് സ്മോക്കിംഗ്. അപ്പോൾ ആ സ്മോക്കിംഗ് കമ്പാർട്ട്മെൻറ്റ് ഒരു പുകപടലം അങ്ങനെ അങ്ങോട്ട് നിറഞ്ഞിരിക്കും. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. ഓടുന്ന വണ്ടി ഒന്നും എടുത്ത് ചാടാനൊന്നും പറ്റില്ലല്ലോ. അവരാണ് റിട്ട് ഫയൽ ചെയ്ത് രണ്ടുപേരും. ആ റിട്ടിൽ ഞങ്ങൾ അഡ്വക്കേറ്റ് ജനറൽ, എൻ്റെ ക്ലാസ്മേറ്റും കൂടികളുടെ MK ദാമോദരൻ ഹാജരായി. ഘോരം വർഷം ഈ കേസ് എടുക്കുമ്പോഴത്തേക്കും അവിടെ ഒരു നിര തന്നെ കാണും വക്കീലന്മാരുടെ. ഈ ഇവർക്ക് പെറ്റീഷണറെ എതിർത്തുകൊണ്ട് അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞു, ഇത് ഒരു പോളിസി മാറ്ററാണ്, ഗവൺമെൻറ് മാത്രമേ ഇതിന് തീരുമാനം എടുക്കാവൂ, കോടതിക്കൊന്നും ഇതിലൊന്നും ഇൻ്റർഫിയർ ചെയ്യാൻ കാര്യമില്ല എന്നുള്ളത് അതിൻ്റെ എസൻസ് അവരുടെ ആർഗ്യുമെൻ്റ്. വേറെ പറഞ്ഞ ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾ പറഞ്ഞല്ലോ. അപ്പോൾ ഞാൻ ചോദിക്കുന്നു, ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവകാശം ഭരണഘടന വാഗ്ദാനം ചെയ്യുന്നു, ആർട്ടിക്കിൾ 21. ആ ഭരണഘടന വാഗ്ദാനം ചെയ്യുന്ന ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ഒരു ലംഘനമല്ലേ ഒരാൾ ഒരു സിനിമാ തിയേറ്ററിലോ റെസ്റ്റോറൻറ്റിലോ ഒരു ട്രെയിനിലോ ബസ്സിലോ ഇരുന്ന് വലിച്ച ബാക്കിയുള്ളവർ ആ പുക, സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് നിർബന്ധമായിട്ടും ശ്വസിക്കേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടല്ലോ, അത് അയാളുടെ, ആ മനുഷ്യൻ്റെ ജീവിക്കാനുള്ള അവകാശത്തിൻ്റെ ലംഘനമല്ലേ, എന്ത് പറയുന്നു എന്ന് ചോദിച്ചു. അതിന് മറുപടി ഒന്നുമില്ല. അപ്പം പറഞ്ഞു, ഇത് നിയന്ത്രിക്കാൻ നിയമമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് ഞാൻ ചോദിച്ചു, പീനൽ കോഡിലൊരു വകുപ്പുണ്ടല്ലോ 278, സോ ഡോണ്ട് മേക്ക് അറ്റ്മോസ്ഫിയർ നോക്ഷിയസ് ടു ഹെൽത്ത്, അന്തരീക്ഷം മലിനീകരിക്കപ്പെടരുത് എന്നുള്ള പോസിറ്റീവായിട്ടാണ്. അതിന് ഫൈനും ഇംപ്രിസൺമെൻറ്റൊക്കെ ഉള്ള. പിന്നെ 133 CRPC ക്രിമിനൽ പ്രൊസീജിയർ, അതിൽ പറഞ്ഞിട്ടുണ്ടല്ലോ അബേറ്റ്മെൻറ്റ് ഓഫ് നോയ്സൻസ്, സ്റ്റോപ്പ് നോയ്സൻസ്, അത് ഡിസ്ട്രിക്ട് കളക്ടേഴ്സിന് പവേഴ്സ് ഉണ്ട്. പിന്നെന്താ, ഇതിനൊക്കെ ഉപരിയായിട്ട് സുപ്രീം ലോ ഓഫ് ദ ലാൻഡ് ആർട്ടിക്കിൾ 21 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ, ഭരണഘടന, ജീവിക്കാനുള്ള അവകാശം എന്ന് വെച്ചാൽ ഇത് അന്തസ്സായിട്ട് ജീവിക്കുക എന്നുള്ള. ഒരു സ്ഥലത്തും ഈ സെക്കൻഡ് ഹാൻഡ് സ്മോക്ക് നമ്മുടെ ഇഷ്ടത്തിന് വിരുദ്ധമായിട്ട് ശ്വസിക്കാനുള്ള ഒരു പരിസ്ഥിതി വരരുത്. അതുകൊണ്ട് ഇതെല്ലാം കൂട്ടിച്ചേർത്തും ഞങ്ങൾ ഒരു ജഡ്ജ്മെൻറ്റ് എഴുതി. ഡിവിഷൻ ബെഞ്ചായിരുന്നു. എൻ്റെ കൂടെ ഇരുന്ന് അന്നത്തെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് ലക്ഷ്മണനായിരുന്നു. എല്ലാം നന്നായിട്ട് പോയി. ഒരു ജഡ്ജ്മെൻറ്റ് ഞാനായി എഴുതിയത്.
സിനിമ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൂടുതലായി ഇതിനെ എക്സ്പ്ലോർ ചെയ്യുന്ന ഏറ്റവും പുതിയതായിട്ട് ഇറങ്ങിയിട്ടുള്ള കുറേ സിനിമകളിലൊക്കെയും കൂടുതലായി ഇതിനെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ വളർന്നു വരുന്ന തലമുറയെ ഏകദേശം ഇതിലേക്ക് കൂടുതലായി ആകർഷിക്കാൻ ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ടോ? അപ്പോൾ അതിൽ എറ്റേണൽ വിജിൽ ഈസ് ദ പ്രൈസ് ഓഫ് ലിബർട്ടി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത് എന്നാണ് തോന്നുന്നത്. വിജിലൻസ്, യു ഷുഡ് ബി വിജിൽ. ഇപ്പോൾ ഞങ്ങളുടെ ഡിവിഷൻ ബെഞ്ച് അന്നൊരു ജഡ്ജ്മെൻറ്റ് പാസ്സാക്കി, അതിനെ തുറന്ന് പാർലമെൻറ്റ് നിയമം പാസ്സാക്കി. അന്ന് ലോ മിനിസ്റ്റർ ജെയ്റ്റ്ലി ആയിരുന്നു. കവറിങ് 1/6 ഹ്യൂമൻ റൈറ്റ്സ് ഇന്ത്യ മുഴുവൻ. ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യങ്ങൾ, ഭൂട്ടാൻ പിറ്റേ ആഴ്ച തന്നെ ടോട്ടൽ ബാൻ വന്നു. ഖത്തർ, ഇത് മിഡിൽ ഈസ്റ്റ് കൺട്രീസ്, ഇന്ത്യക്ക് പുറത്ത് ഇപ്പോൾ ബ്രിട്ടീഷ് പ്രൈം മിനിസ്റ്റർ ഋഷി സുനാക്ക് ഒരെണ്ണം കൊണ്ടുവന്നു. നമ്മുടെ കാരണം ലൈറ്റർ ഡിവൈസ് ഒന്നും കൊടുക്കാൻ പാടില്ലെന്ന് കഴിഞ്ഞ ആഴ്ച കണ്ട. അപ്പോൾ അതിന് ഒരു വലിയ ഇത്തിരി ബഹളമൊക്കെ ഉണ്ടായി. എന്നാലും വളരെ സ്ട്രിക്റ്റായിട്ട് പോകുന്നുണ്ട്. പക്ഷേ അത് അങ്ങനെ നിൽക്കണമെന്ന് വെച്ചാൽ, ഞാൻ അന്ന് ജഡ്ജി ആയിരുന്നപ്പോൾ ഇടയ്ക്ക് പുറത്ത് സർക്കിട്ടും പോകുമ്പോൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പോയിരിക്കുന്നതായിട്ട് കണ്ടാൽ തിരികെ വന്നാൽ ഉടനെ അന്ന് ടെലിപ്രിൻ്റർ മെസ്സേജ് സ്റ്റേറ്റ് പോലീസ് ചീഫിന്, ഡെപ്യൂട്ടി ആൻഡ് ഓഫീസർ നോട്ട് ബിലോ ദ റാങ്ക് ഓഫ് DIG ടു ആൻസർ ദ ചാർജ് ഓഫ് കണ്ടംപ്റ്റ്. ഇതിങ്ങനെയാണ് നിയമം, ജഡ്ജ്മെൻറ്റ് നിൽക്കുമ്പോൾ പാടില്ല. ഓഫീസർ വരും. അപ്പോൾ ഞങ്ങൾ പറയും, ഇതിങ്ങനെ ആയാൽ പോരാ, ഞങ്ങൾ റിപ്പോർട്ട് ചെയ്യണം എത്ര കേസ് ബുക്ക് ചെയ്തു എന്നുള്ളത് ഓരോ മാസവും ഫസ്റ്റ് വീക്കിൽ. അപ്പോൾ റിപ്പോർട്ട് ദ കേസസ് ബുക്ക്ഡ്. അന്ന് കോട്ട്പ നിയമം വന്നിട്ടില്ല, അത് 2001 വന്നുള്ളൂ. അപ്പോൾ റിപ്പോർട്ട് ഇങ്ങനെ വന്നു തുടങ്ങിയാൽ അവരപ്പോൾ തന്നെ ഒരു കോമ്പിങ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ നടത്തും. ഇപ്പോൾ സ്ഥലത്ത് വരിക്കുന്നവരുടെയും ഒക്കെ ഷോപ്പിംഗ് മാളിലൊക്കെ അവർ പിടിച്ച് റിപ്പോർട്ട് ചെയ്യും. അതാണിപ്പോൾ ആവശ്യമുള്ളത്. ഇവിടെ ഇപ്പോൾ ഞാനിവിടെ പോലീസ് മേധാവിക്കോ നമ്മുടെ കമ്മീഷണർക്കോ അത് പറയാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. എനിക്ക് ടൈമും കിട്ടി പോകാൻ പറ്റിയിട്ടില്ല. ബൈ ഫാർ ഇറ്റ് ഈസ് വെരി സക്സസ്ഫുൾ. പക്ഷേ ആ സക്സസ് ലെവൽ ഇത്തിരി കുറഞ്ഞു പോയിട്ടുണ്ട്. അല്ലെങ്കിൽ ആ സക്സസ് ലെവൽ ഇത് ലെവലിൽ തന്നെ നിർത്തണമെന്ന് വെച്ചാൽ വിജിലൻസുമാണ്. 99 ജഡ്ജ്മെൻറ്റ് പാസ്സാക്കി. 25 കൊല്ലം മുമ്പാണ്. അപ്പോൾ അന്ന് ഈ ജഡ്ജ്മെൻറ്റ് പാസ്സാക്കിയതും അതിനെ തുടർന്നുള്ള കാര്യങ്ങൾ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാൻ പാടില്ല. അവരെ ഒന്ന് അറിയിക്കണം. അപ്പോൾ ഇടയ്ക്ക് പോലീസ് ഒന്ന് സടകുടഞ്ഞ് എഴുന്നേൽക്കണം. ജനകീയ പ്രതിബദ്ധതയോടു കൂടി ഒരു വിധി പുറപ്പെടുവിക്കുക മാത്രമല്ല, ആ വിധി നടപ്പാക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം സൂക്ഷ്മതയോടുകൂടി നിരീക്ഷിക്കുന്നുമുണ്ട്. അതിന് വേണ്ട നടപടികളിലേക്ക് കടക്കുന്നുമുണ്ടെന്ന് അദ്ദേഹം വ്യക്തമാക്കുന്നു. ക്യാമറമാൻ ശശികാന്തിനൊപ്പം രജിത് കുമാർ, അമൃത ന്യൂസ്, കൊച്ചി.